നോക്കൂ നിങ്ങൾ, ജനാധിപത്യത്തോട് ജമാഅത്ത് ഇസ്ലാമിക്ക് മൗലികമായി എതിർപ്പുണ്ട്. പിന്നെ എങ്ങനെ ആ ജനാധിപത്യ വ്യവസ്ഥ അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ ഇലക്ഷൻ നിൽക്കുക? ആ രസം. അപ്പൊ അത് എന്താ പറയാ, ഈ മൗനജാഥ സിന്ദാബാദ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ സംഭവം മൗനജാഥ സിന്ദാബാദ് എന്താ നമ്മൾ പറയാ, മൗനജാഥ സിന്ദാബാദ് എന്ന് പറഞ്ഞാല് മിണ്ടാതെ പോണ ജാതിയാണ് സിന്ദാബാദ് തന്നെ. ഈ പൊടി വലിച്ചിട്ടുള്ള തുമ്മാനൊക്കുമ്പോ ഒരവസ്ഥ എന്താ നമ്മൾ പറയാ, അത് അങ്ങനെ തന്നെ. അതന്നെ ഇതാണ് കുടിയമാസ്വാമി. അത് എല്ലാത്തിനും അങ്ങനെ. ഇപ്പൊ നോക്കിക്കോളെ, ഇലക്ഷൻ കഴിഞ്ഞപ്പോ നന്നാക്കി തോറ്റാറുണ്ട് ഒരു പാകത പറ്റ പോയിട്ട് നമുക്കൊരു വിഷമം തോന്നിപ്പോയി ഉണ്ടല്ലോ. ഈ മലപ്പുറത്തന്മാർക്കൊണ്ടൊരു ചൊല്ല്, മോനെ അയ്യേന്ന് പറയിച്ചാലും അയ്യേന്ന് പറയിക്കരുത് കേട്ടോ, ഇങ്ങനെ കേൾക്കണ്ടില്ലോ. അതുകൊണ്ടൊരു പോപ്പത്തോട്ടെങ്കിലും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന് വിഷമം വന്നപ്പോ മിനിയാത്ത മാധ്യമത്തിൽ എഴുതിയ ലേഖനാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അങ്ങനെ ഉണ്ട്. ചില കാര്യമൊക്കെ എഴുതുമ്പോ മുപ്പർ അങ്ങനെ എഴുതുള്ളൂ, ചിലത് ഓദ്രമാന്നൊക്കെ വെക്കും. എന്താ ചില വിഷയത്തിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. വീട്ടിൽ ചെന്നാൽ നമുക്ക് ചിലപ്പം ഭാര്യനോട് ചോദിച്ചല്ലേ കുട്ടികളാപ്പോടല്ലാന്നേ പറയുള്ളൂ. അതിനകത്ത് പുറത്തൊക്കെ അറിയാൻ പോട്ടേക്കാന്നും പറയും. ആ വ്യത്യാസം ഉണ്ടല്ലോ. എന്ന മാതിരി ഇതിൽ പറയുന്നത് തെരഞ്ഞെടുപ്പിലെ സാമുദായിക ധ്രുവീകരണം ജമാഅത്ത് ഇസ്ലാമിന്റെ പരാജയം എന്നത് വേണ്ടിയിരുന്നു. പക്ഷെ എഴുതിയത് ഇങ്ങനെ എന്നിട്ട് പറയാ, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ രാഷ്ട്രീയ സുനാമി. വളരെ കറക്റ്റാ. ഒരുപാട് ആ സുനാമിയിൽ ഒരുപാട് ജഡങ്ങൾ ഒലിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ തന്നെയല്ലേ സുനാമി വളരെ കറക്റ്റ്. പക്ഷെ എന്തേത്, ഈ സുനാമിയിൽ കുറെ ഒളിച്ചോടിപ്പോയി. ഇയാൾ അങ്ങനെ എഴുതണമൊക്കെ കുറെ നമുക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട്. മുമ്പ് ഏപ്പിസ്ഥാനെ പറ്റിയിട്ട് കുറുക്കനാണ് തന്നെ കണ്ടു അബ്ദുള്ള എഴുതിയതല്ല, ഇതേ പത്രത്തിൽ തന്നെ. AP എന്ന കുറുക്കൻ വേണമെങ്കിൽ ഒരു കുറുക്കനോട് ഉപമിച്ചിട്ട് ഇയാൾ ഉദാഹരണം എഴുതി. എന്നിട്ട് പറഞ്ഞു, കുറുക്കൻ ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങി ശല്യം ഉണ്ടാക്കിയപ്പോൾ പേരും വെളുത്തുപോയപ്പോഴേക്കെന്ത് ചെയ്തു, പെട്ടെന്ന് ചത്തതുപോലെ കടന്നു. എന്നാ കടന്ന ആളുകളൊക്കെ കുറുക്കൻ ചത്തത് വിചാരിച്ച് ഒഴിവാക്കി പോകും. അപ്പോഴാണ് അതുവഴി നല്ല വെള്ള തുണി ധരിച്ച, നീളക്കുപ്പായം ധരിച്ച, സ്പ്രേ വാസനിക്കുന്ന, വട്ട തലയിക്കെട്ട് കെട്ടിയ, വട്ടത്താടിയുള്ള ഒരു ഇരുകാലി മൃഗം അതുവഴി വന്നത്. ആ പ്രയോഗം അങ്ങനെ പ്രയോഗിച്ചത് വന്നത്. അങ്ങനെ ഇയാളെ കണ്ടപ്പോഴേക്കും ചത്തതുപോലെ കിടക്കുന്ന കുറുക്കൻ ഓടി. അത് കണ്ടപ്പോ കുട്ടി കുറുക്കന്മാരും ഓടി. അപ്പൊ മാളത്തിൽ ഓടിക്കരച്ചെത്തിയപ്പോൾ അമ്മ കുറുക്കനോട് കുട്ടിക്കുറുക്കന്മാർ ചോദിച്ചു അത്രേ, അമ്മേ നിങ്ങളല്ലേ പറഞ്ഞത് മനുഷ്യന്മാരെ കണ്ട ചത്തതുപോലെ കിടക്കണമെന്ന്, പിന്നെന്തേ നിങ്ങൾ എണീറ്റോടിയത്? അപ്പൊ കുറുക്കൻ പറഞ്ഞു ഇത്രേ, മക്കളെ ആ വന്ന ആളുണ്ടല്ലോ, അയാള് വെറും ഒരു സാധാരണ മനുഷ്യനല്ല, അയാൾ പണ്ഡിതനാ. അതുകൊണ്ട് കുറുക്കന്റെ തോല് ചത്തതാണെങ്കിൽ ഊറക്കിട്ടാൽ ശുദ്ധിയാകുമെന്ന് മക്കളെ പറഞ്ഞ് നമ്മളെ ശരിയാക്കി കളയൂ. അതുകൊണ്ട് ഓടിയതാ ഈ കളുകള്. അതായത് കാന്തപുരി ഉസ്താദിന്റെ മുമ്പിൽ ഒരു ഓദ്രക്ക് ഓദ്രമാൻ ഒന്നും കഴിച്ചിടാൻ കഴിയില്ല എന്നർത്ഥം. സത്യം. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് ഇസ്സത്തോടെ നൽകുമാറാവട്ടെ. ദീർഘകാലം ഉസ്താദിന്റെ സന്തോഷത്തോടെ പൊരുത്തത്തോടുകൂടെ സുന്നത്തമായ ഖിദ്മത്തിന് അവസരം നൽകുമാറാവട്ടെ. ഈ കൊള്ളുങ്ങൾ ഈ കൂട്ടത്തിൽ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. എന്തേ രാഷ്ട്രീയ സുനാമി LDFന്റെ തകർച്ചയ്ക്കും UDFന്റെ ഉയർച്ചയ്ക്കും ഇടയാക്കിയ കാരണങ്ങളെയും സാഹചര്യങ്ങളെയും കുറിച്ച് ചൂടേറിയ ചർച്ചകളാണിപ്പോൾ മാധ്യമങ്ങളിലെല്ലാം. വളരെ ശരിയാണ് പറഞ്ഞ് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ എഴുതിയിട്ട് ഭാഗത്ത് പറയുന്നു, സാമുദായിക ധ്രുവീകരണമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടിക്ക് കാരണമെന്ന് വിലയിരുത്തപ്പെടുന്ന CPM ക്രൈസ്തവ സഭകളോടൊപ്പം മുസ്ലിം സംഘടനകളെ കൂടി ചേർത്തു പറയുന്നു. UDFിലെ രണ്ടാമത്തെ ഘടകമായ മുസ്ലിം ലീഗ് സമുദായത്തിലെ പരമാവധി മത സാംസ്കാരിക സംഘടനകളെ സംഘടിപ്പിച്ച് സ്വന്തം ശക്തി തെളിയിക്കാൻ ഫലപ്രദമായി ശ്രമിച്ചുവെന്നത് വസ്തുതയാണ്. ഈ സംഘടനകളിൽ മുക്കാലും പക്ഷേ മുമ്പേ ലീഗിന്റെ ചിറകിനടിയിൽ അഭയം കണ്ടെത്തിയവയാണ്. ഇവരിൽ സുന്നി AP വിഭാഗം ഒഴിച്ച് മറ്റെല്ലാ സംഘടനകളും ആദ്യമേ ലീഗിന്റെ രാഷ്ട്രീയ രക്ഷാ കവചം അംഗീകരിച്ചവരാണ്. എന്റെ ഇപ്പൊ പറഞ്ഞതിനർത്ഥം മഫ്ഹൂം മുഖാലഫ് ഉണ്ടാകുമല്ലോ. പറയട്ടെ, ഇടക്കാലത്ത് അകറ്റി നിർത്തിയ സുന്നി AP വിഭാഗത്തെ കൂടി CPM സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിച്ച് ഒപ്പം കൊണ്ടുപോകാനുള്ള ശ്രമമായിരുന്നു കോട്ടക്കൽ യോഗത്തിലൂടെ മുഖ്യമായി ലക്ഷ്യം ഇട്ടത്.
ഇതല്ലേ ചായ വാങ്ങിക്കൊടുക്കണ്ടേ? അത് ചോദിക്കുമ്പോൾ അപ്പോ മൊത്തപ്പോ പറഞ്ഞതിനകത്ത് എന്താ, എവിടെയെങ്കിലൊക്കെ ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുസുന്നിന്റെ വോട്ടോണം. അപ്പൊ ഇയാൾ പറഞ്ഞ നമ്മളെ അവകാശമല്ല, ഇയാൾ കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞതാ. പക്ഷെ പറഞ്ഞു നോക്കുമ്പോ എന്താ കാര്യങ്ങള് അത് ശരിയായിട്ട് ഇങ്ങോട്ട് വരാ. എന്താ പേ ചെയ്യണത്? തീർന്നിട്ടില്ല. ഇതിങ്ങനെ എഴുതിയിട്ട് ലാസ്റ്റ് പറയണ എന്താ അറിയോ? വെട്ടവേറ്റ പ്രൊഫസർ ജോസഫിന് ആശുപത്രിയിൽ രക്തം നൽകിയ സോളിഡാരിറ്റിയുടെ നടപടിയെ കണക്കിന് പരിഹസിക്കുകയും മതവിരുദ്ധമായി ചിത്രീകരിക്കുകയും ഒക്കെ ഖേദം പറയുക. ഞങ്ങൾ ചെയ്തു കൊടുത്തില്ല എന്നിട്ടും ഞങ്ങൾ ജയിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞ ഒലിയത്തിന്റെ ഇറച്ചി കൊണ്ടുപോണവനെ കണ്ടിട്ട് ഇലക്ഷന് നിന്നാലേ അതേപോലെ തന്നെ ഫിത്റുസക്കാത്തിന്റെ കിറ്റ് വാങ്ങണവനെ കണ്ട് ഇലക്ഷന് നിന്നാലേ പഴയ ചൊല്ലുണ്ട്, ആരാന്റെ വീട്ടില് ഡേഷ് കണ്ട് നമ്മൾ പട്ടിനെ വളർത്തിയാൽ പട്ടി പട്ടിണിയാവും. മനസ്സിലാക്കി വെച്ചാൽ മതി. ജനങ്ങൾ ഉത്ബുദ്ധരാണ്. ഭരിക്കേണ്ടത് ആരാണ് ജനങ്ങൾക്കറിയാം. ജമാഅത്ത് പറ്റുമല്ല എന്നുള്ളത് അതും ജനങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഈ താകൂറ്റും തുമത്തും പ്ലാച്ചിമണി പറഞ്ഞല്ലേ പരിചയം. നിങ്ങളെ കയ്യിലൊക്കെ ഭരണം തന്ന മട്ടായും ചെയ്യും. കുരങ്ങന്റെ കയ്യിൽ പൂമാലെടുത്ത മാതിരി ഇരിക്കും. ഞാൻ ഇപ്പൊ കണ്ടില്ല ഒരൊറ്റ തീരുമാനം കുത്തുറ പരിഭാഷ പറ്റുമല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്ക് അത് ചെയ്യേണ്ടതാണ്, അതാണ് ഉത്തമം. അല്ലെങ്കിൽ ചെയ്യാതിരിക്കേണ്ടത് അതാണ് ഹൈറ്. ഇന്നത്തെ തീരുമാനം പറയാം. പഞ്ചായത്ത് വക്കത്തിൽ കൂടെ ഇപ്പൊ റോഡ് ഇങ്ങനെ ദാറിടണം. എന്താ വേണ്ട? ദാറിടാൻ നല്ലേ, അതാണ് ഏറ്റവും ഉത്തമം. അല്ലെങ്കിൽ ഇടാതൊക്കെ നല്ലേ, അതാണല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൂട്ടേനെ പ്ലാറ്റ് പാടിയിൽ മൈലമ്മന്റെ അടുത്തേക്ക് പോകാനും വേണമെങ്കിൽ സമരപ്പന്തല് കെട്ടി സൂറാബുദ്ധീച്ചറ ഇരുത്താനും അല്ലാതെ നിങ്ങളെ ഭരിക്കാൻ പറ്റുമോ? അത് ജനങ്ങൾ നിങ്ങളാൾക്കാരനെ മനസ്സിലാക്കി. അല്ല ഇപ്പൊ ഷേഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ നാട്ടിലൊക്കെ ദയനീയമായി ജമാഅത്തായി തോൽക്കാന്ന് പറഞ്ഞാൽ എന്തൊക്കെ നമ്പർ ഇറക്കി അല്ലേ? ജമാഅത്തിന്റെ ഓരോ വാർഡിൽ എത്ര ഉറുപ്പ്യങ്ങൾ ഇറക്കി, ചെലവാക്കി, പൈസ എത്ര ഇറക്കി. എന്നിട്ട് എന്തുണ്ടായത്? വികസനം മുന്നിൽ പേരും വെച്ചിട്ട് വലിയ രസമല്ല. നിങ്ങൾ എന്തിനാ മുല്യരെ അങ്ങനെയൊക്കെ പറയണത്? ജമാഅത്തെ പിന്നെ മത്സരിച്ചിട്ടില്ലല്ലോ, ജമാഅത്തെ മത്സരിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ആര് പറഞ്ഞു? ജമാഅത്ത് ഇസ്ലാമി മത്സരിച്ചിട്ടില്ല. പച്ച പകല് പുറത്തേക്ക് കണ്ണ് ചിമ്മിയിട്ട് പറയും ഇപ്പം നട്ടപ്പാതിരയാണോ? അല്ല ചങ്ങാതി, കണ്ണു തുറക്കില്ലല്ല, കണ്ണു തുറക്കൂല. ഇപ്പൊ പാതിരയാണ്. കൊണ്ടുപോകേണ്ടത് ഒന്നുകിൽ ഏർവാടിയിലേക്ക് അല്ലെങ്കിൽ പൂങ്കളയിലേക്ക് അല്ലേ? വിശ്വാസം ഉണ്ടെങ്കിൽ ഏർവാടി കൊണ്ടുപോവാ, അല്ലെങ്കിൽ കുതിരവട്ടത്ത് കൊണ്ടുപോവാ. ഞാൻ പറഞ്ഞല്ല കേട്ടോ, വായിക്കാം. ജമാഅത്തെ ഇസ്ലാമിയോ ആ സംഘടന മുൻകഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എന്ന പോലെ ഈ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടില്ല. എന്താണ് തൊലിക്കട്ടി അപാരം തന്നെ. ജമാഅത്ത് ഇസ്ലാമിയോ ചോദിക്കണം. ആ സംഘടന മുൻകഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എന്ന പോലെ ഈ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടില്ല. തങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാവാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയിട്ടും ഉണ്ട്. പക്ഷേ ഇവിടെ വ്യക്തമാക്കി നേർത്തിരിച്ചല്ലേ. എന്തേ? ഈ ഹുക്കൂമത്തിലേക്ക് നടപ്പിലാക്കാനുള്ള രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവെപ്പാണ് സോളിഡാരിറ്റി. കേൾപ്പിച്ചില്ലേ? ഇപ്പൊ പറയാ ഞങ്ങൾ മത്സരിച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ ചെയ്ത മത്സരത്തിന് എന്താ പേര്? പണ്ട് ഏയ്യോ പരിശോധിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് വന്നപ്പോ ഒരു അധ്യാപകൻ ഇങ്ങനെ കടന്നുറങ്ങാണ്. അങ്ങനെ കുട്ടികൾക്കും തോന്നുമ്പോൾ കുട്ടി പിന്നെ മേശമ തലം വെച്ച് ഇങ്ങനെ തലേന്ന് ഉറപ്പൊഴിച്ച് വല്ല പാർട്ടി പരിപാടിക്കോ അല്ലെങ്കിൽ വല്ല വോട്ടെടുക്കാൻ പോയി സോളിഡാരിറ്റിക്കാരനാണോ അറിയില്ല. ഏതായിരുന്നാലും ഇങ്ങനെ വന്നപ്പോ അങ്ങനെ ഉറങ്ങുകയാണ്. ഇയാള് വന്ന് തട്ടി വിളിച്ചു, അടച്ച തമ്പുരാനെ മേലുദ്യോഗസ്ഥനല്ലേ, ഇങ്ങനെയായിരുന്നു കുട്ടികളെ കുംഭകർണൻ ഉറങ്ങിയിരുന്നത് എന്ന് പറഞ്ഞു. ഇങ്ങനായിരുന്നു കുട്ടികളെ കുംഭകർണന്റെ ഉറക്കം. അത് തട്ടി വിളിക്കുന്നതിന് മുമ്പ് പറയേണ്ടിയിരുന്നു. പക്ഷേ ഇത് ട്രെയിൻ പോയി, സംഗതി സ്റ്റേഷൻ വിട്ടുപോയി. എന്നിട്ട് പറയപ്പോ ജമാഅത്ത് ഇസ്ലാമി മത്സരിച്ചിട്ടില്ല. ഉത്ബുദ്ധരായ സാക്ഷര കേരളത്തോട് വരെ ഒളിപ്പിടുവായ മത്സരങ്ങൾക്ക് ഇതിനാ വസ്ത്രം ഇറക്കി. എന്നിട്ട് മാധ്യമം എന്ന് പറഞ്ഞാൽ എന്തിനുള്ള വസ്ത്രം അറിയണം? ഇതിനുള്ള വസ്ത്രം പറഞ്ഞത് ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ എന്താണ് പറയാനുള്ള പത്രമാണ് മാധ്യമം. നോക്കി ഭയങ്കര വേറെ റിപ്പോർട്ട് മാധ്യമത്തിന്റെ വായിക്കുന്ന നേരത്തെ ഹുസൈൻ സലഫി പറഞ്ഞതുപോലെ വളരെ തരികിടയ മാധ്യമത്തിൽ എഴുതുക. നഗരത്തിൽ, കോഴിക്കോട് നഗരത്തിൽ സ്ത്രീകൾക്ക് മാത്രമായി പള്ളി ഒരു റിപ്പോർട്ടുണ്ട്. ഇപ്പൊ സ്ത്രീകൾക്ക് പള്ളിപ്രവേശം വിലക്കുന്ന കാന്തപുരം ഗ്രൂപ്പിന്റെ ആണ് പള്ളി. കട്ടികൂടി. അവസാനം ഒന്ന് നോക്കുമ്പോ പറഞ്ഞെന്താ, അവിടെ കോംപ്ലക്സിനോട് ഒരു ഭാഗത്ത് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഒരു മിനി ഹാൾ തയ്യാറാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയത്തെ ഇതൊക്കെ ഇസ്ലാമാണോ? മത്സരിക്കാറ് അള്ളാഹു തആല ഇതൊക്കെ കാണൂലേ, കേൾക്കൂലേ, രേഖപ്പെടുത്തി
ഒന്നാമത്, മാധ്യമം എന്ന ഒരു പത്രം ജമാഅത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. ആ പത്രം മറ്റ് പിന്നാക്ക ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് നിലകൊള്ളുന്നത് പോലെ മുസ്ലിം സമുദായത്തിന്റെയും അവകാശങ്ങൾക്കും താല്പര്യത്തിനും വേണ്ടി നിലകൊള്ളുന്നു. നല്ല താല്പര്യമാണ് ഏത് മുസ്ലിം സമുദായത്തിന്റെ താല്പര്യമാണ് അത് അവകാശവാദം അവരാണ്ട് ഉന്നയിക്കുന്നു. അല്ലാതെ മുസ്ലിങ്ങൾക്ക് മാധ്യമമായിട്ട് ബന്ധമുണ്ടായിട്ടില്ല. മുമ്പ് ഒരു ലൂസായ ചങ്ങാതി അതുകൊണ്ട് പ്രധാനമന്ത്രിന്റെ മോളെ കെട്ടണം എന്നൊരാഗ്രഹം. നമ്മളെ അങ്ങനെ ഇതിന്റെ ഒരു കേസ് ചെയ്ത് നമ്മുടെ സാനിയ മിർസക്ക് കല്യാണം ആലോചന നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെ പോയിരുന്നല്ലോ. ഇതേപോലെ നമ്മളെ പ്രധാനമന്ത്രിയുടെ മോളെ കല്യാണം കഴിക്കണമെന്നൊരാഗ്രഹം. അങ്ങനെ ഇവൻ ഭ്രാന്തിയിട്ടാണ് ലാസ്റ്റ് അങ്ങാടിക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു, ഇല്ലടാ റാഹത്തായി, എന്തേ പകുതി സമ്മതമായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ മോളെ കല്യാണം കഴിക്കാനാടോ നിനക്ക് പകുതി സമ്മതം? പകുതി എന്തേന്ന് വെച്ചു. അല്ല എന്റെ ഭാഗം ഓക്കെയാണ്. പകുതി ഇങ്ങനെയാണല്ലോ. ഈ പറഞ്ഞ പോലെ ഈ മാധ്യമം സമുദായത്തിന്റെ പത്രം ആർക്കുള്ള പത്ര ആലോചിച്ച് നിങ്ങൾ. എന്നിട്ട് ആ പത്രത്തിൽ എഴുതുക, ജമാഅത്തെ ഇസ്ലാമിയോ ആ സംഘടന മുൻകഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെന്ന പോലെ ഈ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടില്ല, തങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാകാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയിട്ടും ഉണ്ട്. ദേശീയ തലത്തില് സാമ്രാജ്യത്വത്തിനും ഫാഷിസത്തിനുമെതിരെ മനുഷ്യാവകാശങ്ങൾക്കും ന്യൂനപക്ഷ പീഡിത വിഭാഗങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്ന അഴിമതിക്കും ധാർമ്മികതയ്ക്കുമെതിരെ പൊരുതുന്ന ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി നിലവിൽ വരാൻ ജമാഅത്ത് മുൻകൈയെടുക്കുമെന്ന് പ്രഖ്യാപിച്ചതല്ലാതെ അതിനെയും യാഥാർത്ഥ്യമായിട്ടില്ല. നോക്കി നിങ്ങൾ, പച്ചക്കളവ് എന്ന് പറഞ്ഞാൽ എന്താ ഇതിൽ പറയാ? ആ മുജാഹിദീങ്ങൾ എങ്ങാനും നടത്തിയ നുണപര മത്സരത്തിൽ കൂടാണെങ്കിൽ ഫസ്റ്റ് കിട്ടിയിരുന്നു. കാരണം അവർക്ക് വരുത്തലല്ലേ. തീർന്നിട്ടില്ല. ആ വരികളിങ്ങനെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പറയുന്നത് കേട്ടോളൂ, അഴിമതിക്കും അധാർമികത എന്താണ് ഇങ്ങനെ വന്നിട്ട് യഥാർത്ഥ്യമായിട്ടില്ല. അതിനിടെ വന്ന, ഞാൻ വായിച്ചതിന്റെ വാക്യം, അതിനിടെ വന്ന പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പുകളിൽ പങ്കെടുക്കാൻ പ്രവർത്തകർക്ക് സംഘം അനുവാദം നൽകി. അവർ മുൻകൈയെടുത്ത് ചില ജില്ലകളിൽ ജനപക്ഷ ജനകീയ വികസന മുന്നണികൾ എന്ന പേരിൽ കൂട്ടായ്മകൾ ഉണ്ടാക്കി രംഗത്തിറങ്ങിയത് കഷ്ടിച്ച് 3 മാസങ്ങൾക്കുള്ളിലായിരുന്നു. ഇത് തോൽക്കാൻ കാരണം പറയാം. മത്സരിക്കാത്തവരുടെ എത്ര തോൽക്കാൻ കാരണം പറയണത്? പ്രസവരക്ഷാലേഖ്യം കഴിക്കണമെങ്കിൽ കുട്ടി ആദ്യം ഗർഭമുണ്ടായി പ്രസവിക്കണ്ടേ? ഈ മച്ചിപ്പെണ്ണിന്റെ പ്രസവരക്ഷാലേഖ്യം കൊണ്ടു കൊടുക്കണം. ഇത് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടല്ല, മത്സരിച്ചിട്ടില്ല. ഇതിന് തോറ്റതിന്റെ കാരണം പറയാം കേട്ടോളൂ. കഷ്ടിച്ച് 3 മാസങ്ങൾക്കുള്ളിലാണ് ആകെ ഒരുങ്ങി. അതുകൊണ്ട് 3 മാസേ കിട്ടിയിട്ടുള്ളൂ. ഈ മുന്നണിക്കൊരു പാർട്ടിയോ ചിഹ്നമോ പതാകയോ നേതൃത്വമോ ഒന്നും ഉണ്ടായിരുന്നില്ല. തോൽക്കാനുള്ള കാരണം പ്രത്യേകിച്ച് ചിഹ്നം കാര്യങ്ങളൊന്നും കിട്ടിയില്ല. സ്വതന്ത്രമായി 700-ൽ പരം വാർഡുകളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചുവെങ്കിലും അവയിൽ കുറച്ചെണ്ണത്തിലെ സജീവ മത്സരങ്ങൾക്ക് ഇറങ്ങിയിട്ടുള്ളൂ. വിവിധ ജില്ലകളിലെ ത്രിതല പഞ്ചായത്തുകളിലും നഗരസഭകളിലുമായി 40-50 വാർഡുകളിൽ മാത്രം വിജയപ്രതീക്ഷ പുലർത്തി. പ്രചാരണത്തിന്റെ അവസാന നാളുകളിൽ എണ്ണും പിന്നെയും താണു. കണക്കൂട്ടിയവളെ എല്ലാം താണു. മറുവശത്ത് 2 മഹാമുന്നണികളുടെയും ഇടത് വലത് മുന്നണികൾ BJP-യുടെയും SDPI-യുടെയും SDPI-യുടെയും ഭാഗത്തു നിന്നുള്ള ആക്രമണം അതിരൂക്ഷമായിരുന്നു. ഈ മത്സരക്കാർക്ക് അങ്ങനെ ആക്രമണം കിട്ടണേ? എന്ത് പിടിച്ചാണോ ഈ പറയുന്നത്? ഏത് പരീക്ഷ പാസ്സായിട്ട് പത്രക്കാരനായത്? എവിടുന്നാണ് മലയാളം പഠിച്ചത്? ഇത് വായിക്കുന്ന സാക്ഷര കേരളത്തിലെ ആളുകളല്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഗുരുത്തക്കേട് സംഭവിച്ചിരിക്കുന്നു. അതേ ശാന്തവൻ ഉസ്താദിന്റെയും ഖലീൽ തങ്ങളുടെയും ഉള്ളാൾ തങ്ങളുടെയും നിങ്ങൾ കോലം കെട്ടിപ്പറിയ ചൗരിയാക്കന്മാരുടെയും ഒക്കെ ഗുരുത്തക്കേട് ജമാഅത്ത് ഇസ്ലാമിക്ക് സംഭവിച്ചിരിക്കുന്നു. ആ ഗുരുത്തക്കേടാ കാണുന്നത്. ഇപ്പൊ ചന്നി പിടിച്ചോ പറയും പോലെ പിച്ചും പേയും പറയാൻ തോറ്റാൽ അതാണ് സമ്മതിച്ചു കൊടുത്തൂടെ? അങ്ങാടിയിൽ നിന്ന് ചിലപ്പം വഴുതി വീഴും, സൈക്കിൾ മുഴുവനൊക്കെ സ്വാഭാവികമാണ്. സൈക്കിൾ ഇങ്ങനെ വീണ് നോക്കുമ്പോ ഞാൻ സർക്കസ് എടുത്തു പോയതാ. ഊര വണ്ടിയായിട്ട് കുരുക്കളെ കാട്ടിക്കളാം നല്ലേ. സർക്കസ് വെറുതെ പിന്നെ കിടക്കാൻ നിൽക്കണ്ട. ഇത് തോറ്റ തന്നെയാണ്. ഇപ്പോഴത്തെ തോൽവി തന്നെയാണ്. എന്നിട്ട് പറയാ കേട്ടോളൂ, തീർന്നിട്ടില്ല. സംഘങ്ങളെ മുഴുവൻ
തോറ്റ വേറെ കാരണം മുസ്ലിം മത സാംസ്കാരിക സംഘടനകളെ മുഴുവൻ കോട്ടക്കലിൽ വിളിച്ചു ചേർത്ത് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച ഊരുവിലക്ക് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കി. സുന്നി മുജാഹിദ് സംഘടനകളാകെ പ്രളയത്തിൽ പ്രാണനും കൊണ്ട് നീന്തുന്ന ജീവികളെപ്പോലെ ജമാഅത്ത് നിയന്ത്രിത വികസന മുന്നണികൾക്കെതിരെ ജമാഅത്ത് നിയന്ത്രണ വികസന എന്ത് തടയി പറയണേ? ഒന്ന് ആലോചിച്ചു നോക്കി. നിങ്ങൾ കുതിരവട്ടത്തരാന്ന് പോലും ഇങ്ങനെ പറയില്ല. തിരിച്ചൊക്കെ ചിലപ്പോ പറയും. മുമ്പ് പറഞ്ഞതുപോലെ നെഹ്റു കാണാൻ ചെന്നപ്പോ പറഞ്ഞില്ലേ, അതൊരു മാന്യമുള്ള വർച്ചിരിക്കുന്നു. നെഹ്റു ഇങ്ങനെ ചെന്നിട്ട് വരെ സന്ദർശിക്കാൻ വേണ്ടി പോയ സമയത്ത് കുതിരവട്ടത്ത് പോയതാ പോലും ഭ്രാന്താശുപത്രിയിൽ ചെന്നപ്പോ പറഞ്ഞോളൂ, ഞാൻ നെഹ്റുവാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, നിങ്ങളൊക്കെ കാണാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ താരതമ്യേന മെച്ചപ്പെട്ട് ഭ്രാന്തം വന്നു. ഇത്രേ കുഴപ്പമില്ല, നിൽക്കുമ്പോടെ ഇരിക്കാം, കാരണം ഞങ്ങളും വന്ന അന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു, പിന്നെ ശരിയായിക്കോളൂ. ഇവിടുന്ന് എല്ലാരും ഇങ്ങനെ പറയും, പിന്നെ അവരാകൂ ഇത് പിന്നെ കുറച്ച് കൊള്ളാം, ഇത് നോക്കി മത്സരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആള് പറയാ. എന്താ പറയുന്നത്? ജമാഅത്ത് നിയന്ത്രിത വികസന മുന്നണികൾക്കെതിരെ ഐക്യപ്പെട്ടു. മതപണ്ഡിതന്മാർ പരസ്യ പ്രസംഗങ്ങൾ നടത്തി. ഫലണ്ടില്ലേ? പണ്ഡിതന്മാരെ പ്രസംഗങ്ങളെ കൊണ്ട് ഫലം കിട്ടുന്നുണ്ടില്ലേ? പിടിച്ചോ. പണ്ഡിതന്മാർ പരസ്യ പ്രസംഗങ്ങൾ നടത്തി, വീട് വീടാന്തരം കയറിയിറങ്ങി വോട്ട് മറ്റാർക്ക് ചെയ്താലും വികസന മുന്നണിക്കാർക്ക് ചെയ്യരുത് എന്ന് ഉത്ബോധിപ്പിക്കുക മാത്രമല്ല, സ്ത്രീകളെ കൊണ്ട് ഖുർആൻ തൊട്ട് സത്യം ചെയ്യിപ്പിച്ചു. പിന്നെ എങ്ങനെ ഞങ്ങൾ ജയിക്കോ? പിന്നെ പറയുന്നുണ്ട് മതപ്രസിദ്ധീകരണങ്ങളൊക്കെ വിഷലിപ്തമായ ലേഖനങ്ങൾ കൊണ്ട് നിറഞ്ഞു. നിസാരി, സുന്നി വോയ്സ്, സുന്നത്തും സെൻസിങ്ങും അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാം എഴുതി എല്ലാം പാട് കൂടിയിട്ട് നിന്നാ ഞങ്ങൾ എന്താ ചെയ്യാ? മുമ്പ് ഒരുത്തന കല്യാണത്തിന് വിളിച്ചു പറഞ്ഞല്ലാരും. അങ്ങനെ കല്യാണത്തിന് വിളിച്ച് ചോറ് വിളമ്പാന്ന് നോക്കുമ്പോ ആകെ പകുതി വെച്ചിട്ടുള്ളേ, കഴിഞ്ഞില്ല. അപ്പൊ അന്ന് ആളുകൾ പ്രഷർ കൂടിയിട്ട് പിന്നെ എന്തിനൊക്കെ വിളിച്ചു വെത്തിയെന്ന് വെച്ചു. ഇവൻ ആകെപ്പാടെ കരയുന്ന പോലെ അഭിനയിച്ചിട്ട് പറഞ്ഞു, ഈ പണ്ട് ആള് പറഞ്ഞ പോലെ ഞാൻ വിളിച്ചവരൊക്കെ വന്ന ഞാൻ എന്താ കാട്ടുകയെന്ന് വെച്ചു. ഞാൻ വിളിച്ചവരൊക്കെ വന്ന് എന്താ ചെയ്യാൻ? ഈ വിളിക്കുന്നവരോരല്ലേ ചോദിക്കുന്നത്? എടോ, ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞ മത്സരല്ലേ? ആ മത്സരത്തിൽ തന്നെയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയണേ? അതിന് സ്ഥാനാർത്ഥിനെ പറ്റി പറയൂലേ, പാർട്ടിനെ പറ്റി പറയൂലേ? ഈ പാർലമെന്റിക്ക് പറഞ്ഞേക്കല്ലോ, ഷൂറിക്ക് പറഞ്ഞേക്കല്ലോ, മാധ്യമ ഓഫീസൊക്കെ പറഞ്ഞേക്കല്ലോ. സ്വാഭാവികമായിട്ടും ഭരിക്കാനാ പോണത്. ഭരിക്കണമെങ്കിൽ അതിന് പറ്റുന്ന ആളുകൾ വേണം. അപ്പൊ ജമാഅത്ത് ഇസ്ലാമി അതിന് പറ്റൂല എന്ന് നാട്ടുകാർ തീരുമാനിച്ചെങ്കിൽ അങ്ങാടിയിൽ തോറ്റതിന് എന്തിനാ സുഹൃത്തെ അമ്മയോട് കയർക്കുന്നത്? ഇപ്പൊ ദേശം മുഴുവൻ തുറന്ന് പറഞ്ഞിട്ടില്ലാന്നുള്ളൂ. സുജോണം വന്നിയാണ് ഇതാപ്പ പറഞ്ഞതിന്റെ അകത്തുക പണ്ഡിതന്മാര് വേണ്ടറിയാൻ തുടങ്ങിയതും പ്രസിദ്ധീകരണം ഒട്ടുകൂടിറങ്ങി തൊട്ട് സത്യം ചെയ്യിപ്പിച്ചു. സലാത്ത് ഹൽക്ക് എന്തുകൊണ്ടോ പറഞ്ഞില്ല, അതാ സത്യം. ആലോചിച്ച് നോക്കിക്കോ. എന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ മത്സരിച്ചിട്ടില്ല. എന്നാ മത്സരിച്ചിട്ട് ആഹ്ലാദം നടത്തിയതോ ആവില്ല? എന്തിനെ? വിജയിച്ചു കൊടുത്ത ആഹ്ലാദം നടത്തിയതോ? ഉള്ളതുകൊണ്ട് ഓണം കഴിക്കാന്ന് പറഞ്ഞതുപോലെ അത് വെക്കണതിന് മുമ്പ് നിങ്ങൾക്ക് ഈ മത്സരിക്കാനുള്ള ആൾക്കാർ ഉണ്ടോ ഇല്ലെന്ന് ഒന്ന് രണ്ട് കൊട്ടേഷൻസ് ഞാൻ വായിക്കുക, വളരെ പെട്ടെന്ന്. ഞാനത് നിങ്ങളെ മാത്രം കണ്ടുകൊണ്ടല്ല, വേൾഡ് തലത്തിൽ ഇത് കേൾക്കുന്ന ആളുകളുമുണ്ട്. ഇനി CD ഇറങ്ങുമ്പോൾ അതൊരു ഒരു ഉപകരിക്കുന്നതായി കഴിഞ്ഞാൽ അതൊരു വലിയ റാഹത്താകുമെന്ന് മനസ്സിലാക്കിയിട്ട് പറയാൻ. ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഓരോ കാര്യത്തെ നിയമങ്ങൾ ഓരോ നിയമത്തിനും വന്നിട്ട് വന്നു. ജമാഅത്ത് ഇസ്ലാമിക്ക് അങ്ങനെ രാഷ്ട്രീയം പോയിട്ട് ജനാധിപത്യം തന്നെ പറ്റൂല. കാരണം ഇന്ത്യ രാജ്യത്ത് 3 വിഗ്രഹങ്ങളുണ്ട്. ഞാൻ ചുരുക്കി വായിക്കാൻ. ഇത് പിന്നെ ജമാഅത്തുകാരന്റെ ഖുതുബാത്താണ്. ഖുതുബാത്ത് പറഞ്ഞാല് കൂത്താമാത്ത് പറഞ്ഞ മാതിരിയല്ല. എന്താണ്? അല്ലാഹു മുസല്ലി. പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് അബുൽ മൗദൂദിന്റെ പ്രഭാഷണങ്ങൾ. ആ പ്രഭാഷണം കേട്ടോളി. കുഫറും അധർമ്മവും ഉത്ഭവിക്കുന്ന 3 വൻകിട മാർഗങ്ങളാണ് മേൽ പ്രസ്താവിച്ചത്. ഒന്ന് സ്വേച്ഛക്ക് അടിമപ്പെടുക, 2 പൂർവികന്മാരുടെയും ഗോത്രക്കാരുടെയും ആചാരങ്ങൾക്ക് കീഴ്പ്പെടുക, 3 അള്ളാഹുവിന്റെ നിയമശാസ്ത്രങ്ങളെ ഉപേക്ഷിച്ച് സൃഷ്ടികളുടെ ആഴ്ചകൾക്ക് അനുസരിച്ച് ജീവിക്കുക. അള്ളാഹുവിന്റെ നിയമത്തെ അവഗണിച്ചുകൊണ്ട് ലോകത്തെ ഭരിക്കുന്ന ഭരണകർത്താക്കൾ, മുതലാളി വർഗം, പുരോഹിതന്മാർ, നേതാക്കന്മാർ, വഴിപിഴച്ച സമുദായങ്ങൾ മുതലായവരെല്ലാം ഈ കൂട്ടത്തിൽ പെടുന്നു. മേൽ പ്രസ്താവിച്ച 3 വർഗങ്ങളും ദിവ്യത്വവാദികളായ 3 വൻകിട ബിംബങ്ങളാകുന്നു. അപ്പൊ ദൈവേതര ഭരണം
ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ ആ പറച്ചന്റെ ഭരണമല്ലല്ലോ, ആ ഭരണം തന്നെ ബിംബമാണ്. അതുകൊണ്ട് ഒരിക്കലും ഇന്ത്യയിലെ ഭരണാധികാരത്തെ അംഗീകരിക്കാൻ പറ്റില്ല. ഇത് തുറന്ന ഭാഷയിൽ പറഞ്ഞു. എന്നിട്ട് ഭരണഘടനയിൽ പറഞ്ഞു, അതുകൊണ്ട് അങ്ങനത്തെ ഗവൺമെന്റിന്റെ കീഴിൽ ജോലി പോലും ചെയ്യാൻ പാടില്ല. ഞാൻ വായിക്കുന്നില്ല, 13-ാമത്തെ പേജിൽ. 15-ാമത്തെ പേജിൽ പറഞ്ഞു, വല്ല ഗവൺമെന്റിനെ നടത്തിപ്പിന് സഹായിയുമാണെങ്കിൽ ആ അഹോവത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് വിട്ടുനിൽക്കേണ്ടതാണ്. അപ്പൊ ജമാഅത്ത് ഇസ്ലാമിക്കാരനായാലും പഞ്ചായത്ത് ഓഫീസിലെ സ്വീപ്പറും കൂടി ആകാൻ പറ്റൂല. KSRTC ബസ്സിലെ ക്ലീനർ ഇല്ലല്ലേ, കണ്ടക്ടർ ആകാൻ ഡ്രൈവർ ആകാനും കൂടെ പറ്റൂല. ഒരു പോസ്റ്റ്മാനെ ജോലിയെടുക്കാൻ പറ്റൂല. എന്തേ? താകൂത്തി ഗവൺമെന്റാ. അള്ളാന്റെ ഭൂമിയിൽ അള്ളാനെ പറയണം, അതിനപ്പുറല്ല. പിന്നെ വിദ്യാഭ്യാസം എങ്ങനെ ഉണ്ടാകും? അഥവാ വല്ല SSLC ബുക്കോ അല്ലെങ്കിൽ വല്ല പഴയ കാലത്തെ പ്രീ ഡിഗ്രിയോ ഒക്കെ ഉണ്ടെങ്കിൽ ആ പിന്നെ അതുകൂടെ വലിച്ചിന്റെ അടുപ്പ് കിടാന്നുള്ള അല്ലാതെ കാരണം ഗവൺമെന്റ് ജോലി സ്വീകരിക്കാൻ പറ്റൂലല്ലോ. നോക്കിക്കോ, നിങ്ങൾ തീർന്നിട്ടില്ല. ഇനി ഞാൻ വായിക്കട്ടെ. പ്രബോധനം 1960 ജനുവരിയിൽ പറയുന്നു, ആസന്നമായ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നയം അടുത്ത ഫെബ്രുവരി 1 കേരള അസംബ്ലിയിലേക്കുള്ള ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കുന്നതായിരിക്കും. ഇത് സംബന്ധിച്ച് ജമാഅത്ത് ഇസ്ലാമി ബോധപൂർവ്വം സ്വീകരിച്ചിട്ട വിട്ടുനിൽക്കൽ നയം ഇതിനകം ബന്ധുക്കൾ അറിഞ്ഞിരിക്കും. എലക്ഷനിൽ വിട്ടുനിൽക്കുക, അതാപ്പൊ ജമാഅത്ത് ഇസ്ലാമിന്റെ ഒരു നയം. കാരണം എന്താ? ഇപ്പോഴത്തെ ജനാധിപത്യം പറ്റൂല എന്നാണ്. ഒന്നുകൂടെ കഴിഞ്ഞപ്പോൾ 1963 അന്ന് പറഞ്ഞു, ഇസ്ലാമിൽ നിന്ന് വ്യതിചരിച്ചുകൊണ്ടുള്ള മറ്റേതെങ്കിലും അടിസ്ഥാനത്തിൽ സംവിധാനം ചെയ്യപ്പെട്ട രാഷ്ട്രീയത്തിന് 1000 ശാപങ്ങൾ മാത്രമേ ഞങ്ങൾ അർപ്പിക്കുന്നുള്ളൂ. ഇസ്ലാം മതത്തെയും രാഷ്ട്രത്തെയും വിഭജിക്കുന്നില്ല. ഈ വിഭജനത്തിൽ ഇടം കൊടുത്താൽ ഞങ്ങൾ അല്ലാഹുവിൽ തെറ്റുകാരാകും. അതുകൊണ്ട് ഞങ്ങൾ ഒരുക്കമില്ല. അപ്പൊ ജനാധിപത്യത്തിന് 1000 ശാപം എന്ന് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമി ഒരു കൊല്ലം കൂടെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, വോട്ടൊക്കെ ചെയ്യാം, അതിന് ചില ഷർത്തുകളൊക്കെ ഉണ്ട്. ആ ഷർത്തുപ്പെട്ട ഒന്നെന്താ? നിങ്ങൾ ജയിച്ചു വന്നാൽ, അധികാരത്തിൽ വന്നാൽ ഇസ്ലാമിക ശരീഅത്ത് നടപ്പിലാക്കുക. രാഷ്ട്രത്തിന്റെ വരുമാനത്തിനൊരു വിഹിതം ഇസ്ലാമിന്റെ പ്രബോധനത്തിനും പ്രചാരണത്തിനും വേണ്ടി നീക്കിവെക്കുക. ജമാഅത്തുകാർ ജയിച്ച ചേന്നമംഗല്ലൂര് അല്ലെങ്കിൽ അതുപോലൊക്കെ ഇപ്പൊ ഈ ഉമർ ഖത്താബിന്റെ ഭരണം വരാൻ പോകുക. കണ്ടു നിങ്ങൾ, ആ ബന്ധം എന്റെ കോല ഇൻഷാല്ലാഹ് കാണിക്കാൻ നിൽക്കുന്നേ. പിന്നെ ഒന്നുകൂടെ പറഞ്ഞപ്പോ പറഞ്ഞു, വിസ്മരിക്കപ്പെട്ട ശിർക്ക്. ഇത് 89 ആയപ്പോഴേക്ക് ശിർക്കായി. ഇത് ജനാധിപത്യവും അതേപോലെ മത്സരവും. എന്നാൽ അക്കൂട്ടത്തിൽ സയ്യിദ് ഔലാന മൗദൂദി ഒരു കാര്യം കൂടെ ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തി. നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം അല്ലാഹുവിന് മാത്രമാണ്. വിധികർത്തൃത്വവും അവന് മാത്രമാണ് അവകാശപ്പെട്ടതാണ്. ഈ അധികാരവും അവകാശവും സ്വതന്ത്രമായി മറ്റാർക്കെങ്കിലും വകവെച്ചു കൊടുക്കുന്നത് അല്ലാഹുവിന്റെ പരമാധികാരത്തിൽ പങ്കുചേർക്കലാണ്, ശിർക്കാണ്. അവൻ നിയമനിർമ്മാണ സഭയിലേക്ക് നടക്കുന്ന, അത് അംഗീകരിക്കുന്ന ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കൽ തനിച്ച ശിർക്കാണ് എന്നാണ് ജമാഅത്ത് ഇസ്ലാമി പണ്ടു പറഞ്ഞത്. പിന്നെ പറഞ്ഞു, അഥവാ ഗവൺമെന്റ് വിളിച്ചിട്ട് പറയാ ശൈഖുൽ കുഞ്ഞിനോട്, നിങ്ങൾ ദയവ് ചെയ്തിട്ട് കലക്ടർ ആവട്ടോ. ആരിഫലി സാഹിബിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനി അടുത്ത മുഖ്യമന്ത്രി ആവണം, അച്യുതാനന്ദൻ ഏതാനും വയസ്സും പ്രായം കഴിഞ്ഞ് മുപ്പര് നിങ്ങളാവണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ പിന്നെ വേറെ ഏതെങ്കിലും നമ്മളെ TK എന്നവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ത്യ രാജ്യത്ത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിട്ട് വേണ്ടതുപോലെ ശരി, ഇനിയിപ്പോ ഒബാമയായിട്ട് എന്തൊക്കെ നടത്തുന്നതാവോ, നിങ്ങളൊന്ന് പ്രൈം മിനിസ്റ്റർ പ്ലീസ് ഒരു 2 വർഷത്തേക്ക് എന്നെങ്ങാനും പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ പോലെ വലത്തേ കയ്യിൽ സൂര്യനെയും ഇടത്തേ കയ്യിൽ ചന്ദ്രനെ വെച്ചു തന്നാൽ പോലും ഞങ്ങൾ സ്വീകരിക്കൂല. അവന്റെ റബ്ബേ, ആര്? ഇപ്പൊ നമ്മളെ മുണ്ടുമൊഴിയത്തെ ഒരു ചങ്ങാതി പറയാ, സൗദി അറേബ്യയിലെ അബ്ദുള്ള രാജാവിന്റെ മകളെ കല്യാണം കഴിക്കാൻ എന്നോട് പറഞ്ഞാൽ എനിക്കാകൂല എന്ന് പറഞ്ഞാൽ എന്താ പിന്നെ അവസ്ഥ? ജമാഅത്ത് ഇസ്ലാമിക്കാരെ പറയും, ഞാൻ തമാശ പറയല്ല, വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോളൂ നിങ്ങൾ. എന്നാൽ നിലവിലുള്ള ഭരണവ്യവസ്ഥിതി നടത്തിക്കൊണ്ടുപോകാൻ നിർബന്ധിച്ച് ഏൽപ്പിച്ചാൽ പോലും ജമാഅത്തിന് തയ്യാറാവുകയില്ല. അധികാരം നൽകാമെന്ന് പറഞ്ഞ ഖുറൈശി പ്രമുഖരോട് ഇനി പറഞ്ഞ മറുപടി ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യും. കാരണം ജമാഅത്ത് ഇസ്ലാമി ആഗ്രഹിക്കുന്നത് നിലവിലുള്ള വ്യവസ്ഥകൾക്കു പകരം ഇസ്ലാമിന്റെ സംസ്ഥാപനമാണ്. തെറ്റിദ്ധരിക്കപ്പെട്ട ജമാഅത്ത് ഇസ്ലാമി എന്ന ശൈഖ് മുതുകാരക്കൊന്നെ ബുക്ക് അല്ലാ അധികാര കയ്യിലങ്ങി വെച്ചു കൊടുത്താൽ തന്നെ ഏറ്റുവാങ്ങൂല. സുബ്ഹാനല്ലാഹ്. ആലോചിച്ചോക്കാണി, മുമ്പ് ഒരുത്തന്റെ ഒക്കെ ഒന്ന് കാശ് കടം വാങ്ങിയിട്ട് അവധി ഇങ്ങനെ പറഞ്ഞു തെറ്റിച്ചപ്പോ ലാസ്റ്റ് ദേഷ്യം മുടിച്ചു പരിസ്ഥ ആളിരിക്കും ജനങ്ങളുടെ കൂടിയ പറഞ്ഞു, എന്താ ഇത്ര ചൂടാകാൻ മാത്രം വെച്ചു. എന്തായാലും ഒന്നുമല്ല, ഈ കാശ് കടം വാങ്ങിയിട്ടില്ലേ, എന്നിട്ട് ആ റുപ്യ തരാണ്ട് അതിന് അപ്പം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഒരു 2000 റുപ്യ ഞാൻ നിന്ന് നിൽക്കാം. എന്ന് വെച്ചാല്
അപ്പൊ 1000 ഉറുപ്പിക എനിക്ക് തരാനായില്ലേ? അപ്പൊ ഈ ചൂടായതൊക്കെ വെറുതെ ഇല്ലേ? എവിടെ കൊടുക്കണ്ടേ? സംഗതി കൊടുത്തിട്ടൊന്നുമില്ല. 2000 ആൾക്കാർ തെന്നു വെക്കാം, വെച്ചാൽ ഇങ്ങോട്ട് തരാനായില്ലേ? ഇത് ചൂടാണ്. എന്താ ചങ്ങാതിനോട് പറയാ? ആലോചിച്ച് നോക്കാണ്. ഇവിടെ ഒരു അധികാരം ഞങ്ങളെ കയ്യിൽ ഇങ്ങോട്ട് വെച്ച് തന്നാലും ഞങ്ങളെന്താകൂല, ഏൽക്കൂല. എന്നിട്ടാപ്പി വാർഡിനും വേണ്ടി പിടികൂടി കൂടതും തോറ്റു നോക്കുമ്പോ അതിന് വല്ലാത്ത വിഷമം. പിന്നെ പറഞ്ഞെന്താ, നിങ്ങള് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വിലക്കപ്പെട്ട കനിയല്ല എന്ന് പണ്ടേ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് 95 ആയപ്പോഴേക്ക് മാറി. ഇതുവരെ പറഞ്ഞ അധികാരം കയ്യിൽ വെച്ച് തന്നാലും വാങ്ങൂല. 95 ആയപ്പോ പറഞ്ഞു ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വിലക്കപ്പെട്ട കനിയല്ലെന്ന് പണ്ടേ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ്. മോരുണ്ടോന്ന് വെച്ചില്ലേ സാധാരണ പറയുന്നുണ്ടല്ലോ. ഏത് മര്യാദക്ക് വീട്ടിലേക്ക് കയറി വന്നപ്പോ ഭക്ഷണം കഴിക്കാൻ ആജിക്ക വെച്ചല്ല മോര് രസം ഭക്ഷണം കഴിക്കല്ലേ വെച്ചു. അത് വേണ്ട, ഞാൻ ഇപ്പൊ കഴിച്ചിട്ടുള്ളൂ. എന്നാലും കൂടെ ഒന്ന് ഇരുന്ന് കഴിച്ചൂടെ? ഇവരോടല്ലോ വേണ്ട, വേണിക്കാൻ കഴിച്ചേ എന്നാ അവിടെ ഇരുന്നോളി. ഞാൻ മൂപ്പര ദേഷ്യമൊക്കെ പട കണ്ടപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ആ ജനലിന്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോ നല്ല ആഗോലി പൊരിച്ചതും ഇരുമീൻ മരിച്ചതും അതുപോലെ കരിമീൻ കറുത്തും ഒക്കെ ഇങ്ങനെ കണ്ടപ്പോ ആ കയ്യടാ അബദ്ധമായിപ്പോയല്ലോ, ഇനിയിപ്പൊ ഇരിക്കാൻ ചാൻസും ഇല്ല. ആജി വിളിക്കൂലെന്ന് ഉറപ്പാണ്. അപ്പൊ അതൊക്കെ അല്ല ആചാരെ മോരുണ്ടോന്ന് ചോദിച്ചു. ചോദിക്കും ആ പേരും വന്നേക്കാണ്ട് ഉണ്ട് കാരണം എന്നാ കുറച്ച് ചോരെന്ന് പറയാൻ വിചാരിച്ചിട്ടാ. അജിക്കൊന്നല്ല മോരില്ല, എന്നാ കുറച്ച് വളപ്പിക്കളി. ഏത് മോരില്ല, എന്നാ കുറച്ച് വളപ്പിക്കളി. എന്താ പൊളക്ക് തോലിക്കട്ടി ആലോചിക്ക്. പറയാ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് വിലക്കപ്പെട്ട കനിയല്ല. ഒന്നുകൂടെ കഴിഞ്ഞു. ഈ 2010 ഇങ്ങോട്ട് എത്തിയപ്പോ ജൂൺ മാസത്തിലെ പ്രബോധനം രാഷ്ട്രീയ കണ്ടോളൂ നിങ്ങള്. എന്തായാലും ഈ പരമസാധു നിർദോഷ മതത്തിന് ജമാഅത്ത് ഇസ്ലാമിയെ കിട്ടില്ല. സോളിലാരിറ്റിയെയും സകല ജീവൽ പ്രശ്നങ്ങളിലും ഇടപെട്ട് നന്മയുടെ പക്ഷത്തിന് ശക്തി പകരാനും തിന്മയുടെ പക്ഷത്തെ പരമാവധി തളർത്താനും തന്നെയാണ് തീരുമാനം. അതിന്റെ ഭാഗമായി പള്ളികളിൽ എന്താ പ്രഭാഷണം നടത്തും, പഞ്ചായത്തിന് മത്സരിക്കുകയും ചെയ്യും, മനുഷ്യർക്ക് വായിക്കാൻ പത്രങ്ങൾ ഇറക്കും. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പറഞ്ഞ അപ്പം സംഗതി സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ട് വരില്ല. ഇല്ലല്ല, സ്വഹാബികൾ മുതൽ ഇങ്ങോട്ട് ഒരാളെയും എത്ര വലിയ മഹാനായാലും ജമാഅത്ത് ഇസ്ലാമി സത്യത്തിന്റെ പരമാനന്ദമായി ഇരിക്കുന്നില്ല. ഉണ്ടാക്കിയ മൗദൂദി പറഞ്ഞ തത്വത്തിന് പുറത്തു പോകും. അപ്പൊ അതിനു വേണ്ടി പറഞ്ഞെന്താ, സ്വഹാബികളടക്കം ഒരാളെയും ഞങ്ങള് സത്യത്തിന്റെ മാനദണ്ഡമായിട്ട് അംഗീകരിക്കണില്ല. സ്വഹാബത്തിനെ അടക്കം ഈ എന്താ പറയേണ്ടത്, കാരണ രാഷ്ട്രീയത്തിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പണയപ്പെടുത്തി. എന്നിട്ടാണ് ഇപ്പം മത്സരിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതൊക്കെ ശരിക്കും മാറി മാറി വന്ന മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങളെ കുറിച്ച് പറയണ എന്താ അറിയുന്നത്? മാറിയിട്ടുണ്ട്. എന്താ നിങ്ങൾക്ക് ഇനിയും മാറ്റും, ഇനിയും മാറ്റും ഞങ്ങൾ. ഇനി എന്താ നിങ്ങൾക്ക് ആരവിടെ മാറ്റാം? പണ്ട് പറഞ്ഞത് പലതും പിന്നെ മാറ്റി എന്നതാണ്. ഇതാണ് വലിയ പ്രശ്നം. ജനാധിപത്യത്തെ കുറിച്ച് പണ്ട് ചെറുക്കാണ് എന്ന് പറഞ്ഞു, ഇപ്പം പറയുന്നു ജനാധിപത്യ ഭരണം വരണമെന്ന്. സെക്യുലറിസത്തെ കുറിച്ച് പണ്ട് ചെറുക്കാണ് ഗുഫ്രാനി എന്ന് പറഞ്ഞു, ഇപ്പോൾ സെക്യുലറിസ്റ്റുകളെ കൂട്ടുപിടിക്കുന്നു. ഇതാണ് വേറൊരു പ്രശ്നം. ദേശീയതയെ തള്ളിക്കളഞ്ഞു, ഇപ്പോൾ ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടി വാദിക്കുന്നു. ഇതാണ് മറ്റൊരു പ്രശ്നം. വോട്ട് ചെയ്യൽ ചെറുക്കാണ് എന്ന് പണ്ട് പറഞ്ഞു, ഇപ്പോൾ വോട്ടിംഗ് ചെയ്യാൻ അനുവദിക്കുന്നു, വോട്ട് പിടിക്കുന്നു, വോട്ട് ചെയ്യിക്കുന്നു. ഇതാണ് വേറൊരു പ്രശ്നം. സർക്കാർ ജോലി ചെയ്യരുത് എന്ന് പണ്ട് പറഞ്ഞു, ഇപ്പോൾ ചെയ്യണമെന്ന് പറയുന്നു. ചെയ്യാൻ വേണ്ടി സമരം ചെയ്യുന്നു, സർക്കാർ വകുപ്പുകൾക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് മറ്റൊരു പ്രശ്നം. ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമി പണ്ട് പറഞ്ഞത് പിന്നെ പറയും, പിന്നെ പറയുന്നില്ല, മാറ്റി പറയും. ജമാഅത്തെ ഇസ്ലാമി പണ്ട് പറഞ്ഞത് എന്താണ്, പിന്നെ പറഞ്ഞത് എന്താണ്, മാറ്റി പറഞ്ഞത് എന്താണ്? ഇത് ഞാൻ വിശദീകരിക്കും, വളരെ വിശദമായിട്ട് തന്നെ പറയും. പക്ഷേ ഇത് ജമാഅത്തെ ഇസ്ലാമിന്റെ മാത്രം തെറ്റാണോ? ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ മാത്രം തെറ്റാണോ? മാറ്റും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മാറ്റും, ഇനിയും മാറ്റും. പക്ഷെ മാറ്റുക എന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ മാത്രം പരിപാടിയാണോ? മാറ്റുക എന്നത് ഒന്നാമതായി വിശുദ്ധ ഖുർആന്റെ പരിപാടിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ നമുക്കാർക്കും മാറ്റാൻ കഴിയില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാറ്റാൻ കഴിയും. ഒരിക്കൽ പറഞ്ഞത് പിന്നീട് മാറ്റുക എന്നത് ഒരാരോപണമായി ഉന്നയിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെതിരെയല്ല ഉന്നയിക്കേണ്ടത്. നാസിഖ് മൻസൂഖ് എന്ന് പറഞ്ഞുകൊണ്ട്
ഒരു പഠന വിഭാഗം തന്നെ ഇല്ലേ നമുക്ക്? ജാമിയത്തു സലഫിയിലും അത് പഠിപ്പിക്കുന്നില്ലേ? സുന്നത്തുൽ അത് പഠിപ്പിക്കുന്നില്ലേ? റൗളത്തുൽ ഉലൂമിലും അത് പഠിപ്പിക്കുന്നില്ലേ? നേരത്തെ പറഞ്ഞത് മാറുക എന്നതാണ് നാസിഖ് മൻസൂഖ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അങ്ങനെയൊന്നുണ്ട്. വിശുദ്ധ ഖുർആൻ വായിച്ചു നോക്കിയാൽ കള്ള് കുടിക്കൽ അത്ര നല്ലതല്ല എന്നും കാണാം, കള്ളുകുടി ഹറാമാണ് എന്നും കാണാം. അപ്പൊ കള്ളു കുടിക്കൽ അത്ര നല്ലതല്ല എന്ന ആയത്തും വെച്ചിട്ട് ഇതെന്താ ഒരു കിതാബത്തിന് ഒരു സ്ഥലത്ത് കള്ളുകുടി അത്ര നല്ലതല്ല, ഇസ്മുഹുമ അക്ബറു മിൻ നഫ്സിഹിമ, ദോഷം കൂടുതലാണ്, കുറെ ഉപകാരമൊക്കെ ഉണ്ട്. പിന്നെ സ്ഥലത്ത് അത് ഹറാമാണ്. ഇതെന്താ രണ്ടെണ്ണം? രണ്ട് സാഹചര്യത്തിൽ രണ്ട് കാര്യം പറഞ്ഞത്. കള്ളുകുടിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ജനത കള്ളുകുടിയെ കുറിച്ചുള്ള മസാല ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞു അതത്ര നല്ലതല്ല. പിന്നെ പറഞ്ഞു നിസ്കരിക്കാൻ നേരത്ത് കുടിക്കരുത്. ഖുർആനില്ലേ ലാ തഖ്റബു സ്വലാ വഅൻതും സുക്കാറ, നിസ്കരിക്കാൻ നേരത്ത് കുടിക്കരുത്. കുറ്റിയാടിക്കാരോട് അങ്ങനെയാണ് പറയേണ്ടത് എന്ന് ഒരാളും എന്നോട് പറഞ്ഞിട്ട് ഞാനങ്ങനെ പറയുന്നില്ല. കുറ്റിയാടിക്കാരോട് പറയേണ്ടത് കള്ളുകുടി ഹറാമാണ് എന്നല്ല, ലാ തഖ്റബു സ്വലാ വഅൻതും സുക്കാറ, പള്ളിയിൽ പോകുമ്പോൾ കുടിക്കരുത് എന്നാണ് പറയേണ്ടത് എന്ന് ഒരാലിമായ മനുഷ്യൻ എന്നോട് ഒരു തമാശ പറഞ്ഞിട്ടുണ്ട്. ആ തമാശ ഒരു തമാശയായിട്ട് മാത്രം ഞാൻ ഇവിടെ പറയാം. അതുമില്ല ഖുർആനിൽ. നിസ്കരിക്കാൻ നേരത്ത് കള്ളുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു മാനയില്ലേ? മറ്റു സമയത്ത് കുടിക്കാം. അതിൽ നിന്ന് ഭിന്നമായോ അതിന്റെ വിശദാംശമായോ മറ്റൊരു കാര്യം രണ്ടാമത് പറയുക എന്നത് പരിവർത്തനോന്മുഖമായ വിപ്ലവോന്മുഖമായ ഏതൊരു പ്രത്യയശാസ്ത്രത്തിന്റെയും സമീപനത്തിന്റെയും ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരും തന്നെ എന്താ പേര് മാർഗം? ഇതിനാണ് നമ്മുടെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ ചിത്താന്തോ എന്ന് പറയാം. അതെങ്ങനെയൊക്കെ മുണ്ടാതിന് പൂവല്ല വേണ്ടത്, അല്ല മാറ്റും, ഇനിയും മാറ്റും. എന്നിട്ട് അതിന് കാരണം എന്താ? ഇത് ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ മാത്രം പ്രത്യേകത. എല്ലാവരും മാറ്റുന്നില്ലേ? എല്ലാവരും മാറ്റിയതുകൊണ്ട് നിങ്ങൾ മാറ്റിയത് ആരാകുമോ? ഞാൻ ചോദിക്കട്ടെ. ഒരുത്തനെ കള്ളു കുടിച്ചു വന്ന് കാണ്ട് ഭയങ്കര ചോദ്യം, എന്താ ഇയ്യും കുടിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഇപ്പൊ അന്റെ ആരാനാകുമോ? ഏത് കള്ളു കുടിച്ചു ആരോപണം വന്നപ്പോ മറ്റവനും കുടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുടിച്ചത് ഹലാലാകുമോ? ആരോപണം അല്ലാതെ പോകുമോ? എന്ത് വിഡിത്താ സഹോദരങ്ങളെ ഈ ചെയ്യുന്നത്? നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ട് പരാജയപ്പെടാൻ വേണ്ടി ആ തുടക്കത്തിൽ തന്നെ അതിന്റെ കയ്പുനീര് കുടിക്കുകയാണ്. എന്നിട്ട് ചിത്താന്തം വിട്ടിട്ടില്ല. എന്താ പറഞ്ഞത്? ഞങ്ങൾ മാറ്റും, ഇനി മാറ്റും. ഇത് ഇയാൾ മാത്രമല്ല, ശിഹാബുദ്ദീൻ ഉണ്ടല്ലോ, അങ്ങോട്ട് എല്ലാം പറയുന്നുണ്ടായിരുന്നാലും ഇസ്ലാമിക പ്രസ്ഥാനം നിരന്തരം മാറുന്നു. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം കൂട്ടരെ ഇതൊരു ഇസ്ലാമിക പ്രസ്ഥാനമാണ്. ഇസ്ലാമിക പ്രസ്ഥാനമാണ്. ഇതിന്റെ മാതൃക പരിശുദ്ധ പ്രവാചകന്മാരാണ്. ഇതിന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ, ഇതിന്റെ അധ്യാപനം, ഇതിന്റെ അടിസ്ഥാനം പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനിൽ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുന്ന കാലഘട്ടത്തിനനുസരിച്ച് അതിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ നയപരിപാടികളും മാറിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുമെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിന്റെ പ്രവാചകന്മാർ ഓരോ കാലത്തും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാത് കാലത്തിന്റെ വ്യത്യസ്തതയനുസരിച്ച് അവരുടെ നയപരിപാടികൾ മാറ്റിയിട്ടുണ്ട്. എല്ലാ കാലത്തും ഒരൊറ്റ നയപരിപാടി, എല്ലാ കാലത്തും ഒരൊറ്റ സമീപനമായിരുന്നെങ്കിൽ 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ വന്നതെന്തിനാണ്? ആദം അലൈഹിസ്സലാമയുടെ കാലത്തുള്ള ഫിഖ് അല്ലല്ലോ നൂഹ് അലൈഹിസ്സലാമയുടെ കാലത്തുള്ള ഫിഖ്. നൂഹ് അലൈഹിസ്സലാമയുടെ കാലത്തുള്ള ഫിഖ് അല്ല ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ കാലത്തുള്ളത്. അതൊന്നുമല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ളത്. ഇതിങ്ങനെ മാറിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ട്. എന്താ നിങ്ങൾ നയം മാറ്റുന്നത്? പണ്ട് പറഞ്ഞതൊക്കെ മറന്നുപോയോ എന്ന് ചിലരന്ന് ചോദിച്ചിട്ടുമുണ്ട്. അന്ന് ചിലർ ചോദിച്ചിട്ടുണ്ട്. അഹ്ലു കിതാബിൽപ്പെട്ട ആളുകളൊക്കെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടുണ്ട്, മുഹമ്മദേ, നീ പ്രവാചക പരമ്പരയിൽ അവസാനത്തെ കണ്ണിയാണെന്ന് വാദിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് നിന്റെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മറ്റെങ്കിലും ശരിയാത്ത ആളുകൾ അന്നും ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകന്റെ ജീവിതത്തിൽ തന്നെ, ജീവിതത്തിന്റെ ആദ്യകാലത്തുള്ളതല്ല പിന്നീട് ഉണ്ടായിട്ടുള്ളത്, നയങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം മാത്രം പറയും. തുടക്കത്തിൽ തൗഹീദിൽ അടിയുറച്ച ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കി വിശ്വസിച്ച് വളർന്നു വരുന്നതിന് മുമ്പ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യാൻ പാടില്ല, അത് നിങ്ങൾക്ക് വിരോധിച്ചിരിക്കുന്നു.
അഥവാ ഹറാമാണ് എന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോ എന്തിനാണ് ഖബറിന്റെ അടുത്ത് പോകുന്നത്, ഖബറിനടുത്ത് പോയാൽ എന്താണ് സംഭവിക്കേണ്ടത് എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാ ഖബർ സിയാറത്ത് ഹറാമാണ് എന്ന് പറഞ്ഞ അതേ റസൂലുള്ളാ അത് ഹലാലാണെന്ന് മാത്രമല്ല സുന്നത്താണ് എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോഴും ചില ആളുകൾ ചോദിച്ചു, എന്താ ഇന്നത്തെ ഹറാം ഇന്ന് ഹലാലായിപ്പോയി, ഇതെന്തൊരു നബിയാണ്, ഇന്നലത്തെ ഹറാം ഇന്നിതാ ഹലാലായിരിക്കുന്നു അന്നും അവർ പറഞ്ഞിട്ടുള്ളതാണ്. കാര്യം എന്താ, ഓരോ പശ്ചാത്തലത്തിൽ പ്രബോധിതരുടെ മനസ്സിന്റെ വളർച്ചയനുസരിച്ച്, പ്രബോധകന്മാരുടെ സാഹചര്യമനുസരിച്ച് നിലപാടുകളും പത്തുകളും മാറിക്കൊണ്ടിരിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവിലെ കിബില മാറി എന്നുള്ളത്. കിബില മാറിയില്ലേ, കുറെ കാലം തിരിഞ്ഞു നിന്ന് നമസ്കരിച്ചത് ഒരു കിബിലയിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ, നമസ്കരിച്ചുകൊണ്ടിരിക്കെ പിന്നീട് പറഞ്ഞു അതല്ല നിങ്ങളുടെ കിബില മസ്ജിദുൽ ഹറാമാണ്, കഅബയാണ്. പക്ഷെ അപ്പോഴും അവിടുന്ന് ചോദിച്ചിരുന്നു ചില ആളുകൾ, എന്ത് നബിയാണിത്, ഇന്നലെ വരെ അങ്ങോട്ട് തിരിയാ, ഇന്ന് ഇങ്ങോട്ട് തിരിയാ. വലിയ മാരകമായ വിഡിത്തമാണ് പറഞ്ഞത്. നിങ്ങൾ വിഡിത്തത്തിന് കയ്യും കാലും വെച്ചാൽ അതിന്റെ പേരാണോ ജമാഅത്ത് ഇസ്ലാമിയുടെ മൗലവി? ഞാൻ ചോദിക്കട്ടെ, അതിന്റെ വീടെ പിക്ക് അല്ലല്ലോ നൂനി വീട് പിക്ക്, അതല്ലല്ലോ മുസാനി വീട് പിക്ക്. അപ്പൊ നമുക്ക് ഞാൻ പിക്ക് എടുക്കാൻ പറ്റുമോ? പേടിക്കണം. ഒരു 10 കൊല്ലം കഴിഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുടെ സമൂഹ വിവാഹം വരും. എങ്ങനെ? എന്റെ പെങ്ങളെ ഞാൻ തന്നെ കല്യാണം കഴിക്കാം, എന്നാ സ്ത്രീധനത്തിന്റെ പ്രശ്നമില്ല, അമ്മായിമ പോരുണ്ട്, കുഴപ്പമില്ല, ആറുണ്ടാക്കേണ്ട വിഷയമല്ല, കല്യാണത്തിന് ചെലവില്ല. അതിന്റെ വീട് ഭാര്യ അബ്ബാബി ഒരു പ്രസവത്തിന് പ്രസവിച്ച ആണിനെ അടുത്ത പ്രസവത്തിന് പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിച്ചില്ലേ? ആ പുരുഷനെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചില്ലേ? എന്ത് വിഡിത്തമൗര്യമായി പറയുന്നത്? എന്തേ? അള്ളാഹുവിന്റെ അദീബിനോട് കൂടല്ലോ മക്ബൽ തുലക്കും ദീനഹും പൂർത്തിയായി കഴിഞ്ഞില്ലേ? മതം പൂർത്തിയായി. ഇനി ആ ശരീരത്തെ നമുക്കിപ്പോ പറ്റുമോ? ബഹുമാൻ ഈസാന്റെ ശരീരത്തെ നമുക്ക് പറ്റുമോ? മൂസന്റെ ശരീരത്തെ നമുക്ക് പറ്റുമോ? അങ്ങനെ 30 നോമ്പ് വിൽക്കുന്നത്, 5 വക്ത് നിസ്കരിക്കുന്നത് പമ്പര വിഡിത്തം. ഇത് പൊതുജനത്തോട് ആരോടായി പറയുന്നത്? ബഹുസ്വര സമൂഹത്തിലെ ആളുകളോടോ? അത് ബുദ്ധിയുള്ള ആളുകളോടോ? വിദ്യാഭ്യാസമുള്ളവർ നിങ്ങളാണോ വിദ്യാഭ്യാസം? ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അടക്കിത്തേച്ച പദങ്ങളെ കൊണ്ട് അമ്മാനമാടുന്ന സംസരങ്ങൾക്ക് വിശാലമായ പ്രവിശാലമായ സുപ്രവിശാലമായ ഈ പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങളും പുസ്തകങ്ങളും ചർച്ച ചെയ്ത് സർവ്വം നടത്തുന്ന സാഹിത്യങ്ങളെ കൊണ്ട് കളിക്കുന്ന നിങ്ങളാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ബുദ്ധിയില്ല ചിന്തിക്കാൻ? ഭക്ഷണമല്ലേ കഴിക്കുന്നത്? എന്തേ? മൂസാ നബിയുടെ ശരീഅത്ത് സുഹൃത്തെ നമുക്ക് ബാധകമാണോ? ഈസായുടെ ശരീഅത്ത് ഈ കാലഘട്ടത്തിൽ ബാധകമാണോ? റസൂലുള്ളാഹി തങ്ങളുടെ ഇസ്ലാം കംപ്ലീറ്റ് ആക്കിയില്ലേ? പൂർത്തിയാക്കിയില്ലേ? ഇനി എവിടുന്ന മാറ്റങ്ങൾ വരുത്താൻ? ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ വന്നിട്ട് ഓരോ കാലഘട്ടത്തിലേക്ക് യോജിച്ചത് കൊണ്ടുവന്നിട്ട് എന്നാ ഈ ഖുർആൻ മാറ്റി വെച്ചതാ? ഒരു പുതിയ ഗ്രന്ഥമുണ്ടാക്കിയേക്ക്. തൗറത്ത് വന്നില്ലേ ഒരു കാലത്ത്? വന്നില്ലേ? ഇഞ്ചീൽ വന്നില്ലേ? സബൂർ വന്നില്ലേ? പുതിയതൊന്നും അതാണോ പ്രബോധനം? എന്തൊരു വിഡിത്തമാ സഹോദരൻ! മരിച്ചു പോകണ്ടേ നിങ്ങൾക്ക്? റബ്ബിൽ വിശ്വാസമില്ല നിങ്ങൾക്ക്? ഞാൻ ചോദിക്കുന്നു. പിന്നെ ഇനി പറയാൻ പോകുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഷാഫി ഇമാമനും ജദീദും ഖദീമുല്ലേ അങ്ങനെ പറയാൻ പോകുന്നുണ്ട്. പഴയ പുതിയ പറവില്ലേ? നല്ല ഖിയാസാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കും മാറ്റി പറഞ്ഞുകൂടെ? ജുഹന്റെ ഖിയാസ് അതിന് പറയണ്ടേ? ജുഹ എന്ന് പറഞ്ഞ പൊട്ടണ്ടായിരുന്നു മുമ്പ്. ഇവൻ എന്ത് ചെയ്തു പറയുന്നത്? ഇവന് ഒരു പശുവിനെ വിൽക്കാണ്ട് കുറെ നടന്നു. അങ്ങനെ അവസ്ഥ വിശ്വസിക്കാൻ മുസ്ലിങ്ങൾ നിർബന്ധിതരാണ്. നഊദു ബില്ലാഹ്. എന്തേ? കാട്ടിലൂടെ ഓടി നടന്നിരുന്ന കുരങ്ങന്മാർ, ആ കുരങ്ങിൽ ഏതോ ഒരു കുരങ്ങൻ എവിടെയോ വാല് കുടുങ്ങിയപ്പോൾ വാല് മുറിഞ്ഞുപോയി. പിന്നീട് അത് ജനിച്ച കുഞ്ഞുങ്ങളൊക്കെ വാലില്ലാത്ത കുഞ്ഞുങ്ങളായി. ആ കുഞ്ഞ് പിന്നെ പതുക്കെ കണ്ടുകാൽ നിൽക്കാൻ തുടങ്ങി, പിന്നെ പതുക്കെ ഗോഷ്ടി കാട്ടാൻ തുടങ്ങി, അങ്ങനെ രോമങ്ങളൊക്കെ കൊഴിയാൻ തുടങ്ങി. അങ്ങനെയാണ് മനുഷ്യ രൂപാന്തരപ്പെട്ടത് എന്ന് തലയില്ലാത്ത ഡാർവിന്റെ സിദ്ധാന്തം. ആ സിദ്ധാന്തത്തിന്റെ ഒരു ഭാഗം വിശ്വസിക്കാൻ മാപ്പിളമാരെ നിങ്ങൾക്ക് കടയുണ്ട് കേട്ടോ. വല്ലാഹി ജമാഅത്ത് ഇസ്ലാമി ഈ ആശയം പഠിപ്പിക്കുന്നെങ്കിൽ അത് ഒറിജിനൽ ഇസ്ലാമല്ല. ഇനിയോ മുസ്ലിം സമുദായത്തിന് പൊതു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഏകതായാത്ര നിരോധിക്കണമെന്ന് പല സംഘടനകളും പറഞ്ഞപ്പോ ജമാഅത്ത് ഇസ്ലാമി മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു അത് നിരോധിക്കേണ്ടതില്ല, പത്രകട്ടികളുടെ കയ്യിലുള്ള സമയമില്ലാത്തത് കൊണ്ടാ. പിന്നെ റസൂലുള്ളാഹി തങ്ങളെ കാർട്ടൂൺ വരച്ചു, ലോകം മുഴുവനും അതിനെ എതിർത്തപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കാരും പ്രബോധനത്തിൽ എഴുതിയിട്ട് പറഞ്ഞു, ഏതോ സ്ഥലത്ത് ഏതോ വിവരമില്ലാത്ത സംഗതി ഏതോ ചിത്രം വരച്ചതുകൊണ്ട് മുസ്ലിങ്ങൾ എന്തിന് പ്രബോധിതരാകണം
എന്തുകൊണ്ട് പ്രകോപിതരാകണം? അതുകൊണ്ട് അതിലെയും പ്രതിഷേധിക്കുന്നതിനെതിരെ പറഞ്ഞു. ബാങ്കിനെതിരെ ഇവിടെ പ്രശ്നം വന്നപ്പോ മാധ്യമം പത്രത്തിൽ എഡിറ്റോറിയൽ എഴുതിയിട്ട് പറഞ്ഞു, ശബ്ദമലിനീകരണം നിയന്ത്രിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമുണ്ട്. അതേതാണ്? ഒരു പ്രദേശത്ത് ഒരൊറ്റ ബാങ്ക് മാത്രം മതി എന്ന് വെക്കണം. എഡിറ്റോറിയലാ കൊരങ്ങനല്ലേ വെച്ച് കൊടുക്കുന്നത്, എന്നാൽ ശബ്ദമലിനീകരണം നിയന്ത്രിക്കാൻ കഴിയുമെന്ന് പ്രബോധനത്തിൽ എഴുതിയ ഒരു ചങ്ങാതി ഇസ്ലാമിലേക്ക് വന്ന് തിരിച്ചുപോയപ്പോൾ ഇസ്ലാമിലേക്ക് ഒരാൾക്ക് വരാൻ സ്വാതന്ത്ര്യമുള്ള പോലെ തന്നെ ഇസ്ലാമെന്ന് പുറത്തു പോകാനും സ്വാതന്ത്ര്യമുണ്ട്. ഇല്ലെന്ന് പറയുന്നത് വിഡിത്തമാണ്. മുർത്തദ്ദാകാനും ഫത്വ തന്നെ. എന്താ ഇത് മതം? ഒഴിക്കോളൂ, ഞാൻ നീട്ടിക്കൊണ്ടു പോവല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് സ്ത്രീരംഗത്തിലടക്കം തെരഞ്ഞെടുപ്പിലടക്കം ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം വളരെ മോശമാണ്. മുസ്ലിം ലീഗുമായി കടിച്ചു തൂങ്ങി പിടിച്ചു നിന്ന് ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കണമെന്ന ചിന്തയിലാ ജമാഅത്ത് ഇസ്ലാമി സത്യത്തിൽ രാഷ്ട്രീയ ലീഗുമായിട്ട് വന്നത്. മാധ്യമം പത്രം ഇറക്കുമ്പോൾ തന്നെ അവർ പലരോടും പരസ്യം വന്നത് എന്താണ്? നമുക്ക് മുസ്ലിങ്ങൾക്ക് ഒരു പത്രമില്ല, മനോരമ മുസ്ലിം വിരുദ്ധ പത്രമാണ്, മാതൃഭൂമി ഫാസിസ്റ്റ് ശക്തിയുള്ള പത്രമാണ്. ചന്ദ്രികയാണെങ്കിലോ വേണ്ടതുപോലെ സമൂഹത്തെ പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് നമുക്കൊരു പത്രം എന്ന് പറഞ്ഞ മാധ്യമം പത്രം തുടങ്ങിയത് അവിടെയും തങ്ങന്മാരെ മറ്റും പരമാവധി സ്ഥാപിക്കാൻ അല്ലേ നോക്കിക്കൊള്ളു. അത് കാന്തപുര ഉസ്താദിനെ മാത്രമല്ല, എവിടെയെങ്കിലും ശിഹാബദങ്ങൾക്കെതിരെ ആരെങ്കിലും പ്രസ്താവന ഇറക്കിയാൽ അതും മുനക്ക് മുക്കി എഴുതാൻ സ്വാഭാവികമായും മാധ്യമം തയ്യാറായി. മാത്രമല്ല, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയ സംഘടന നടക്കുമ്പോൾ അത് വലുതാക്കി കൊടുക്കാൻ ഇത് സമൂഹത്തിന്റെ പ്രശ്നമാണോ സഹോദരന്മാരെ നോക്കിക്കോ നിങ്ങൾ. എന്നിട്ട് അവസാനം ജനപിന്തുണ കുറഞ്ഞപ്പോ പറയാൻ ഞങ്ങൾ മത്സരിച്ചിട്ടില്ല. എന്നാൽ മത്സരിച്ച ചേന്നമംഗല്ലൂരിൽ വനിതാ സ്ഥാനാർത്ഥി ജയിച്ചപ്പോ ആ സ്ഥാനാർത്ഥിയുടെ ആഹ്ലാദ പ്രകടനത്തിന് കൂപ്പും കൊരവയുമൊക്കെയായി കൊണ്ടുവന്നിരിക്കുന്നത് തൃശൂർ ജില്ലയിൽ നിന്ന് 10,000 മുടക്കിയിട്ടാ. അതിൽ അണിനിരക്കുന്ന ആളുകളെയും അതിന്റെ രൂപം ഭാവമൊക്കെ കൊണ്ടുവന്നു.
ഇനി ഇൻഷാ അല്ലാഹ് സോൾഡായിട്ട് വെക്കട്ടെ. ആ സമയത്ത് ഒറിജിനൽ ജമാഅത്ത് ഇസ്ലാമിന്റെ സ്ഥാപനത്തിൽ നടന്ന കൂത്താട്ടങ്ങളുടെയും അതുപോലെ തന്നെ ഗാനമേള സിനിമാറ്റിക് ഡാൻസിന്റെയും ഒക്കെ ഒരുപാട് ക്ലിപ്പുകൾ വെക്കാൻ എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് ആളുകളെ സംഘടിപ്പിച്ച് ആ പഴയകാല പാരമ്പര്യത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്ന് മുസ്ലിങ്ങളെ അകറ്റി നിർത്തി ഏതെങ്കിലും പാശ്ചാത്യ സംസ്കാരത്തിന് പിന്നിലേക്ക് കൊണ്ടുപോയി അധികാരത്തിന് വേണ്ടി ദുരുപയോഗപ്പെടുത്തുമ്പോൾ ഹബീബാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മുഴത്തിനുമുഴവുമായി യൂത ക്രൈസ്തവരെ പിൻപറ്റുന്ന ഒരവസ്ഥ എന്ന സമുദായത്തിൽ വരുമെന്ന് പറഞ്ഞ ആ ഹദീസിന്റെ പുറർച്ചയാണെന്ന് മനസ്സിലാക്കി നമ്മുടെ പഴയകാല ഇസ്സത്തിലേക്ക് തിരിച്ചു പോകാൻ, മരണാന്തരം നമുക്ക് ഇൻഷാ അല്ലാഹ് മുത്തനബിയെ കാണാൻ, ഹൗദുൽ കൗസർ കുടിക്കാൻ, റസൂലുള്ളാഹി തങ്ങളുടെ ജുവാർ ലഭിക്കാൻ, ആ പഴയകാല പരിശുദ്ധ ഇസ്ലാമിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാരമ്പര്യത്തിൽ അടിയുറച്ചു നിൽക്കാൻ ഏത് കുപ്പായം ധരിച്ചുകൊണ്ട് ഏത് ബിദ്അ സംഘടന വന്നാലും